ബീഹാറിൽ സീറ്റ് തർക്കം പരിഹരിക്കാൻ ഇരു മുന്നണികളിലും തിരക്കിട്ട ചർച്ചകൾ. എൻഡിഎയുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഔദ്യോഗിക പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് ബിജെപി കേന്ദ്ര നേതൃത്വം നൽകുന്ന സൂചന. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ ഇന്ന് വാദം നടക്കും. വിവരങ്ങളുമായി വിനീത വിജി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. വിനീത, തിരക്കിട്ട കൂടിയാലോചനകളിലേക്ക് തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതിന് പിന്നാലെ എൻഡിഎ നേതൃത്വവും അതുപോലെ മഹാസഖ്യവുമൊക്കെ കടക്കുന്നുണ്ട്. ഏത് തരത്തിലാണ് സീറ്റ് ചർച്ചകളുടെ ഒരു പുരോഗതി? എങ്ങനെയാണ്? വിട്ടുവീഴ്ചയില്ല എന്ന നിലപാട് ചില പാർട്ടികൾ സ്വീകരിക്കുന്നത് ആ ചർച്ചകൾ വഴിമുട്ടുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോയിട്ടുണ്ട്. വിവരങ്ങൾ എന്താണ് വിനീത വിജി? ടി കെ സൂചിപ്പിച്ചതുപോലെ തന്നെ എൻഡിഎയിലും ഒപ്പം തന്നെ മഹാസഖ്യത്തിലും തിരക്കിട്ട ചർച്ചകൾ തന്നെയാണ് അടുത്ത സമയങ്ങളിലൊക്കെ തന്നെ നടന്നിട്ടുണ്ടായിരുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കളം ഒരുങ്ങിയതോടുകൂടി പിന്നാലെ തന്നെ ഈ സീറ്റ് വിഭജന ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഏതാണ്ട് ഇപ്പോൾ ആ ചർച്ചകളൊക്കെ അന്തിമഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ എൻഡിഎയുടെ സീറ്റ് വിഭജന പ്രഖ്യാപനങ്ങൾ ഇന്നുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ JDU 130 സീറ്റും LJP 50 സീറ്റും HIM 18 സീറ്റും ആവശ്യപ്പെട്ടതോടുകൂടിയാണ് എൻഡിഎയിൽ ഈ പ്രതിസന്ധിക്ക് ഇടയാക്കിയത്. 15 സീറ്റുകളെങ്കിലും ലഭിച്ചില്ല എങ്കിൽ ഈ മത്സരിക്കാനില്ല എന്നൊരു നിലപാടായിരുന്നു HIMന്റെ അധ്യക്ഷൻ ജിതിൻറാം മാഞ്ചി അത്തരത്തിലേക്കൊരു നിലപാടിലേക്ക് മാറിയതോടുകൂടിയാണ് പിന്നെ വീണ്ടും കൂടുതൽ ചില വിഷയങ്ങൾ സങ്കീർണമാവുകയും പിന്നീട് ചർച്ചകൾ ഇടയ്ക്കൊന്ന് വഴിമുട്ടുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏതാണെങ്കിലും ഇപ്പോൾ മുന്നണിക്കുള്ളിലെ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ എൻഡിഎയുടെ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ ഇന്ന് ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. സീറ്റ് വിഭജനം പൂർത്തിയാക്കി ഇന്നൊരു ഔദ്യോഗിക പ്രഖ്യാപനത്തിലേക്കടക്കം എൻഡിഎ എത്തിയേക്കാം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യഘട്ട ചർച്ചകൾ ഇന്നലെ ഡൽഹിയിൽ നടന്ന യോഗത്തിൽ പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ 25 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ ഞങ്ങൾ തീരുമാനിച്ചു എന്നാണ് ബീഹാർ PCC അധ്യക്ഷൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത്. സീറ്റ് വിഭജനം സംബന്ധിച്ചുകൊണ്ടുള്ള ചർച്ചകൾ കൂടി പൂർത്തിയായി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായാൽ ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെയും നീക്കം. ഒപ്പം ഈ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മഹാസഖ്യത്തിലെ മറ്റ് ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുകയാണ്. തേജസ്വി യാദവ് 2 മണ്ഡലങ്ങളിൽ മത്സരിച്ചേക്കുമെന്നൊക്കെയുള്ള ചില സൂചനകൾ അടുത്തിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വിയെ പ്രഖ്യാപിക്കണമെന്നുള്ള ചില ആവശ്യങ്ങളൊക്കെ തന്നെ മുന്നണിക്കുള്ളിൽ നിന്ന് പോലും ഉയരുന്നുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്ത് വളരെ പെട്ടെന്ന് തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും എൻഡിഎയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ഇന്ന് പ്രതീക്ഷിക്കാം. ഇതിനൊപ്പം ഇന്ന് ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം നടക്കുന്നുണ്ട്. കുറേ ദിവസങ്ങളായി ഈ വാദം തുടരുകയുമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുന്നതിന് മുന്നേ തന്നെ വോട്ടറധികാർ യാത്രയൊക്കെ നടത്തി രാഹുൽ ഗാന്ധി അടക്കം ഇന്ത്യ സഖ്യം അവിടെ വലിയ വിഷയമാക്കി ഉയർത്തിക്കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇന്നത്തെ വാദം അത് ഈ ഇലക്ഷനോട് അടുത്ത ദിവസങ്ങളിലും ഈ വാദം തുടരുന്നതൊക്കെയും ചർച്ചയാക്കുന്നുണ്ടല്ലോ. ഉറപ്പായും ഗോകുൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വോട്ടർ അധികാര യാത്ര അത് ഒരു വശത്ത് നടക്കുന്നുണ്ടായിരുന്നു. മറുവശത്ത് ഈ SIRമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജികൾ അത് കോടതിയിൽ അതിന്റെ നടപടിക്രമങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുന്നുമുണ്ട്. ഇന്നും ആ ഹർജികൾ പരിഗണിക്കുന്നുണ്ട്. ഇന്നും ആ വാദം ബീഹാറിലെ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം തുടരും. അത് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വാദം കേൾക്കുക. കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട അന്തിമ വോട്ടർ പട്ടികയിൽ പുതുതായി ഉൾപ്പെടുത്തിയ 21 ലക്ഷം വോട്ടർമാരുടെ കണക്കിൽ സുപ്രീം കോടതി ഒരു ആശയക്കുഴപ്പം അറിയിച്ചിട്ടുണ്ടായിരുന്നു. അന്തിമ പട്ടികയിൽ ചേർത്ത വോട്ടർമാർ മുമ്പ് കരട് പട്ടികയിൽ നിന്ന് അവർ ഒഴിവാക്കപ്പെട്ടതാണോ എന്നായിരുന്നു കോടതി ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് നിലപാട് അറിയിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. കേസിൽ കക്ഷികളോട് സത്യവാങ്മൂലം സമർപ്പിക്കാനും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ശരി, വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.